സുധിയേട്ടനിൽ നിന്ന് ഒളിച്ചു വെക്കാൻ എനിക്കൊന്നുമില്ല. എന്നെ കൊല്ലാൻ ആള് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിളിച്ചത് സുധിയേട്ടനെയായിരുന്നു. പലവട്ടം ഞാൻ ശ്രമിച്ചിട്ടും സുധിയേട്ടനെ കിട്ടിയില്ല. കൊല്ലപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. രക്ഷിക്കണമെന്ന് പറഞ്ഞു വിളിക്കാൻ പല മുഖങ്ങളും എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അതിലൊന്ന് രവിശങ്കർ സാറിൻ്റെതായിരുന്നു. എന്നെ കൊല്ലാൻ വരുന്നത് ശ്രീകാന്തിന്റെ ആൾക്കാരാണെന്ന് ഞാൻ വിചാരിച്ചത്. വിളിച്ചപ്പോ സാറിനെ ഭാഗ്യത്തിന് ലൈനിൽ കിട്ടി. വിവരങ്ങൾ ഞാൻ പറഞ്ഞു. ഉറപ്പൊന്നും സാറ് പറഞ്ഞില്ല. എറണാകുളത്തായിരുന്നു രവിശങ്കർ സാറ്. പിന്നെ വിളിക്കാൻ എനിക്ക് പരിചയമുള്ള ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയ ശേഷമാണ് രവിശങ്കർ സാർ ആരെയൊക്കെ അവിടേക്ക് അയച്ച വിവരം പറഞ്ഞത്. സുധിയേട്ടനോട് പിന്നീട് ഈ വിവരം പറയണ്ടെന്ന് ഞാൻ കരുതി. അതെന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാവാം. ഒരു തെറ്റിദ്ധാരണ ഞാൻ ഭയന്നു. വെറുതെ ഒരു സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കണ്ടെന്ന് ഞാൻ കരുതി. എന്റെ ജീവൻ എടുക്കാൻ ആളെ വിട്ടത് ശ്രീകാന്ത് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. രവിശങ്കർ സാറിനെ ഞാൻ എന്റെ ഏട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ. അതിൽ കവിഞ്ഞ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. അഞ്ജലിക്ക് തുറന്നു പറയാൻ തോന്നിയല്ലോ. ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ലാത്തതുകൊണ്ടാ എനിക്കിത് സുധിയേട്ടൻ്റെ അടുത്ത് പറയാൻ കഴിഞ്ഞത്. സുധിയേട്ടനോട് ഇത് പറഞ്ഞത് സാന്ദ്രയാണെന്ന് എനിക്കറിയാം. നിരപരാധിയായ ആ മനുഷ്യന്റെ പേര് ചേർത്ത് ഇവിടെ വന്നു കയറിയ നിമിഷം മുതൽ അവൾ എന്നെ വേട്ടയാടാൻ തുടങ്ങിയതാ. ഒരാപത്തും കൂടാതെ അഞ്ജലി രക്ഷപ്പെട്ടല്ലോ. രവിയേട്ടനോട് എനിക്ക് നന്ദിയേ ഉള്ളൂ. ഇവിടെ ആരെങ്കിലും ഇങ്ങനെ ഒരു വിവരം അന്വേഷിച്ചാൽ അഞ്ജലി നിഷേധിച്ചേക്കണം. ഇനിയൊരു ഏറ്റുപറച്ചിൽ വേണ്ട. താലി കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിയാത്തവനാ ഞാൻ. അതിന്റെ കുറ്റബോധം എന്നെ വേട്ടയാടുന്നുമുണ്ട്. അഞ്ജലി എല്ലാം മറന്നേക്ക്. ഇവിടുത്തെ പുതിയ പുകലൊക്കെ നീ അറിഞ്ഞില്ലേ? അറിഞ്ഞു. സാന്ദ്ര എന്നെ കണ്ടിരുന്നു. അതിന്റെ പേരിൽ അഞ്ജലിയെ വിളിച്ച് വിചാരണ ചെയ്യാൻ തുടങ്ങിയതാ. ഞാനത് തടഞ്ഞു. ഇനി ആരുടെ മുന്നിൽ അവളെ കൊണ്ടുവന്ന് നിർത്തണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അത് നന്നായമ്മേ. പക്ഷെ കേട്ടതിൽ കുറച്ച് ഉത്കണ്ഠയുണ്ട്. അവളെ രക്ഷപ്പെടുത്തിയത് സുപ്രിയയുടെ ഭർത്താവായിരിക്കൂ. ഞാൻ ഈ വിവരം അവളോട് ചോദിച്ചു. അറിഞ്ഞ കാര്യത്തിന്റെ സത്യസ്ഥിതി അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? അതിലൊരു കഴമ്പുമില്ലമ്മേ. അവള് കളവ് പറഞ്ഞ ആയിക്കൂടെ? അല്ല, റിസോർട്ടിലേക്ക് കൊല്ലാൻ കൊണ്ടുപോയതാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. പിന്നെന്തിനാ അവൾ രവിശങ്കറിനെ വിളിച്ച് വിവരം പറയണം? വാതിൽ തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ച സമയത്ത് അവൾ അയാളെ വിളിക്കാൻ ശ്രമിച്ചാൽ തന്നെ 1 മണിക്കൂർ കൊണ്ടല്ലാതെ ആർക്കും അവിടെ എത്തി അവളെ രക്ഷിക്കാനാവില്ല. അതും ശരിയാ. പറയുന്നവർക്ക് എന്തും പറഞ്ഞോണ്ടാക്കാം. കുറച്ചെങ്കിലും ലോജിക്ക് വേണ്ടേ? അവളെ വിളിച്ചിറക്കി ചോദിക്കാതിരുന്നത് എന്തുകൊണ്ട് നന്നായി. ഇനി അവളെ ആരും വേട്ടയാടരുത്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവൾ ഇവിടെ മനസമാധാനത്തോടെ കഴിഞ്ഞോട്ടെ. മറ്റുള്ളവരെ അടക്കി നിർത്താൻ അമ്മയ്ക്കേ കഴിയും. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ. അമ്മ ബാലമ്മാമയോടും അത് പറയണം. നമ്മളായിട്ട് അഞ്ജലിക്ക് ഒരു ദ്രോഹം ഉണ്ടാക്കരുതെന്ന്. നീയും കൂടി അതിന് കൂട്ടുന്നപ്പോഴാ എനിക്കൊരു ചാഞ്ചല്യം ഉണ്ടായത്. ചെയ്തു പോയത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാം ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ.
മോർണിംഗ് ശബരി. ഗുഡ് മോർണിംഗ്. ബെറ്റി ഞാനിവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. പ്രിയെ കണ്ടിട്ടും ബെറ്റിയോടുള്ള കാര്യം പറഞ്ഞില്ല. പ്രിയയിൽ നിന്ന് ശബരി എത്തിയ വിവരം ഞാൻ അറിയുന്നത്. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? തന്റെ മാരേജ് കഴിഞ്ഞോ? വിവാഹം കഴിഞ്ഞിട്ട് 6 കൊല്ലം കഴിഞ്ഞു. ഞങ്ങൾ ദുബായിലായിരുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഗൾഫിലെ ജോലി റിസൈൻ ചെയ്താ വന്നത്. ഇവിടെ ചില ബിസിനസ് പ്ലാനുകളുണ്ട്. ശബരി എന്താ ഇങ്ങോട്ട് പോകുന്നത്? ഞാൻ പ്രിയെ കൊണ്ടുപോകാൻ വന്നത്. കൊണ്ടുപോകാനോ? അവൾ ഭാര്യയും ഒരു കുട്ടിയുടെ അമ്മയുമല്ലേ? ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നന്നായി അറിയാവുന്ന ഒരാളാണ് ബെറ്റി. അതെ. ഞാനുമായുള്ള ബന്ധം അറിഞ്ഞ് അവളുടെ അച്ഛൻ അവളെ കെട്ടിച്ചുവിടാൻ ആലോചന തുടങ്ങിയവരുള്ള കാര്യങ്ങളെ ബെറ്റിക്കറിയും. പിന്നീടുള്ള കാര്യങ്ങൾ പ്രിയ പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ പറഞ്ഞു. ഞങ്ങൾ തമ്മിലെടുത്ത തീരുമാനപ്രകാരമാണ് അവളൊരു വിവാഹത്തിന് തയ്യാറായത്. വെറും 6 മാസത്തെ ഒരു ഉടമ്പടി. അധികകാലം അവൾ രവിക്കൊപ്പം കഴിഞ്ഞില്ല. ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോയി. അതിനിടയിൽ ഒരു കുഞ്ഞു ജനിച്ചു. അവിടെയാ ഞങ്ങൾക്ക് അടിപതറിയത്. കഴിഞ്ഞുപോയ സംഭവങ്ങൾ ഓർത്തിട്ട് കാര്യമില്ല. ഞാൻ ശബരിയെ കാണാൻ ആഗ്രഹിച്ചത് എന്തിനാണെന്നറിയാലോ? എന്താ സംശയം? ഞാൻ മനസ്സിലാക്കിയതെന്ന് പറയാ. പ്രിയ ശബരിയെ ചതിച്ചിട്ടില്ല. അവളൊരു പാവം പെണ്ണാണ്. ശബരി മടങ്ങിപ്പോണം. ഒരു ജീവിതം ശബരിക്കുണ്ട്. ഭർത്താവിന് മോൾക്കൊപ്പം പ്രിയ ജീവിച്ചോട്ടെ. പരിഹാരങ്ങൾ പറയാൻ എളുപ്പമാണ്, പ്രത്യേകിച്ച് കാഴ്ചക്കാരായി നിൽക്കുന്നവർക്ക്. ഞാൻ അനുഭവിച്ച ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ എന്റെ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരണം. മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിച്ചാൽ എന്റെ ജീവിതം പൂർണ്ണമാവുമെന്ന് ബെറ്റി കരുതുന്നുണ്ടോ? എങ്കിൽ ഈ ഭൂമിയിൽ എന്തിനെല്ലാം പരിഹാരമായി? എന്റെ ജീവിത പരാജയങ്ങൾക്കെല്ലാം കാരണം മറ്റെന്തിനേക്കാൾ വലുതായി പ്രിയെ സ്നേഹിച്ചു പോയത്. ഒരു കോംപ്രമൈസ് എന്റെയും പ്രിയയുടെ കാര്യത്തിലില്ല. ബെറ്റിക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾക്കിടയിൽ മതിൽ തീർക്കാതെ രവിശങ്കറിനോട് ഒഴിഞ്ഞു തരാൻ പറ. ശരിക്കും ഒഴിഞ്ഞു പോകേണ്ട അയാളാ, അല്ലാതെ ഞാനല്ല. ശബരി പറയുന്നതിന് എന്തെങ്കിലും ലോജിക്കുണ്ടോ? ഒരു താലിച്ചരടിന്റെ ബലത്തിലല്ലേ ബെറ്റി ലോജിക്ക് കാണുന്നത്? അതറിയണമെങ്കിൽ ശബരി പ്രിയോട് സംസാരിക്കണം. ഞാൻ അവളെ കണ്ടതാ. അവളെല്ലാം അവസാനിപ്പിച്ച് ഇറങ്ങി വരുമെന്നുള്ള ശുഭ പ്രതീക്ഷയല്ല ഞാൻ. എന്തായാലും ബെറ്റി വന്നത് നന്നായി. പ്രിയേക്കാളും ബെറ്റിയുടെ വരവ് എനിക്ക് ആശ്വാസമായത്. നമുക്കിനിയും കാണാൻ പറ്റി. എന്താ ഏട്ടത്തി ഈ പറയുന്നേ? ക്രിട്ടിക്കലായ ഈ സാഹചര്യത്തിൽ ഏട്ടത്തി ഇങ്ങനൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഓ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആരാ വിളിച്ചത്? സേതു എടുത്തിയാ. സേതു എടുത്തിയുടെ വാക്കുകൾ മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ മോളെ. എന്താ അച്ചാപ്പച്ചി പറഞ്ഞത്? അഞ്ജലിയുടെ രക്തത്തിനു വേണ്ടി ഇനിയൊരു ശ്രമം ഉണ്ടാകരുതെന്ന്. ഹോ, അപ്പോ നേരിട്ട് തന്നെ വിളിച്ചു പറഞ്ഞില്ലേ? ഏട്ടത്തിയുടെ മനസ്സെനിക്കറിയാം. ഞാനതിൽ തെറ്റു പറയുന്നുമില്ല. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മാത്രം അപ്പച്ചിക്ക് അറിയില്ല. അവളുടെ വലയിൽ സുധിയേട്ടൻ കൊടുങ്ങുമ്പോ ഇതേ അപ്പച്ചി തന്നെ അച്ഛനെ വീണ്ടും വിളിക്കും. ബാലരാമ, എനിക്ക് തെറ്റ് പറ്റി പോയിന്ന്. ആ തെറ്റ് തിരുത്താൻ അത്ര പെട്ടെന്നൊന്നും ആർക്കും കഴിയല്ല. അച്ഛന് മനസ്സിലായില്ലേ അവളുടെ പ്രഗ്നൻസി? എന്റേത് വേറെ സംശയം അല്ല അച്ഛാ. രവിശങ്കറിന്റെ കുഞ്ഞ് സുധിയേട്ടന്റേതാണെന്ന് അവള് വാദിക്കും. ഇനി നമ്പാട്ട് സംഭവിക്കാൻ പോകുന്നത് അതാ. അതെങ്ങനെ സംഭവിക്കാനാ? അതിന് അവൾ ആ വീട് വിട്ട് പുറത്തു പോകേണ്ട കാര്യമൊന്നുമില്ല. രവിശങ്കർ അവളെ കാണാൻ വന്നാ പോരെ? രാത്രി അയാൾ അവളെ കാണാൻ വരുന്നില്ലെന്ന് നമ്പാട്ട് ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റും? നിന്റെ ആ വാദത്തോടെ ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് കാത്തിരുന്ന് കാണാച്ച. അതിന് അധിക കാലമൊന്നും വേണ്ടല്ലോ. പാവ സുധിയേട്ടൻ ശരിക്കും കുടുങ്ങാൻ പോകുന്നത് അപ്പോഴാവും. ആ, ഒരു കണക്കിന് അത് തന്നെ സംഭവിക്കണം. നമ്മൾ ഇനി അഞ്ജലിയുടെ വിഷയം ഇന്ദ്രേട്ടനൊഴികെ ആരുമായും ചർച്ച ചെയ്യാൻ പാടില്ല. അവളെയും കെട്ടിപ്പിടിച്ച് അപ്പച്ചി വിധിയുടെ വരവും കാത്തിരിക്കട്ടെ. നമുക്കും കാത്തിരിക്കാച്ച.
ചേച്ചിയെങ്കിലും വിളിക്കുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ഒന്നുമില്ലേലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്തപ്പെട്ടല്ലേ. ഇവിടെ നിന്നോളാൻ അമ്മ പറഞ്ഞതാ. ഒരു ജോലിക്കാരിയായിട്ട് ഇവിടെ കൂടാൻ അശ്വതി ചേച്ചി ആഗ്രഹിച്ചത്. അപ്പോഴല്ലേ രാവിലെ എന്നെ കാണുന്നത്. പേര് മാറ്റിയല്ലേ അശ്വതി ചേച്ചി ഇവിടെ പറഞ്ഞേ? അതെ, സുജാത എന്നാ പറഞ്ഞിരുന്നത്. എവിടെയെങ്കിലും കഴിഞ്ഞുകൂടാൻ ആഗ്രഹിച്ചാവും ചേച്ചി പേര് മാറ്റി പറഞ്ഞത്. സുഗുണേട്ടന്റെ ചേട്ടന്റെ മകൻ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. വിഷ്ണു എന്ന അവന്റെ പേര്. അവനെന്തിനാ വീട്ടിൽ വന്നത്? അവൻ സുഗുണേട്ടന്റെ വീട്ടിൽ വന്നിട്ട് കുറെ നാൾ കഴിഞ്ഞാണത്രേ ചേച്ചി സുഗുണേട്ടന്റെ ഭാര്യ എന്നറിയുന്നത്. അതുവരെ വീട്ടുജോലിക്കാരിയാണെന്നാ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. വിഷ്ണു അവന്റെ അമ്മയെ പോലെയാ ചേച്ചിയെ കണ്ടത്. അത് ആർക്കും അത്ര രസിക്കാതെ പോയത്. ചേച്ചി അന്വേഷിച്ച് നടക്കുക അവൻ. ചേച്ചിയുടെ ഇറങ്ങിപ്പോക്ക് ഷോക്കായത് വിഷ്ണുവിനാ. എന്തിന് ചെറിയമ്മ ഇറങ്ങിപ്പോയെന്നാ അവൻ കണ്ണീരോടെ ചോദിക്കുന്നേ. ചേച്ചി അവര് പുറത്താക്കാതിരിക്കാൻ താമസിച്ചിരുന്ന വീടും ഭൂമിയും അവൻ സ്വന്തം പണം കൊടുത്ത് വാങ്ങി. മറ്റാരെങ്കിലും അങ്ങനെ ചെയ്യോ? എവിടെ പോയാലും ചെറിയമ്മ അവൻ കണ്ടുപിടിക്കുമെന്നാ പറയുന്നേ. ഇപ്പൊ ഞങ്ങളുടെ ആശ്വാസം അതാ. അതിനുള്ള പ്രാപ്തിയൊക്കെ അവനുണ്ടോ? ഉണ്ട്. രണ്ടാമത്തെ സസ്പെൻഷൻ സുഗുണേട്ടന് വാങ്ങിക്കൊടുത്തതാ വിഷ്ണുവാ. വിദ്യയുടെ 25 പവൻ മോഷണം പോയതിൽ എന്തോ കള്ളക്കളി ഉണ്ടെന്നാ അവൻ സംശയിക്കണേ. അവളുടെ സ്വർണം ചേച്ചി എടുത്ത് കടന്നു കളഞ്ഞെന്നാണല്ലോ കേസ്. എല്ലാരും ചേർന്ന് നടത്തുന്ന ഒത്തുകളിയാണെന്നാ വിഷ്ണു പറയുന്നേ. സ്വർണം കാണാതെ പോയെന്ന് പറയുന്നത് സത്യമെന്നാണോ അവൻ പറയുന്നത്? വിദ്യ സുഗുണേട്ടനെ അമ്മ പറ്റിക്കുന്നെന്നാ അവന്റെ സംശയം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വർണം നഷ്ടപ്പെട്ടെന്ന വിശ്വാസത്തിലാ സുഗുണേട്ടന്റെ അമ്മയും. അവരെ നന്നായി പറ്റിച്ചോണ്ടിരിക്കുക ആ വിദ്യ. സ്വർണം അവൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ചേച്ചി കൊണ്ടുപോയിന്ന് വരുത്തി തീർത്തതാ. ഇപ്പൊ മനസ്സിലായി. ചേച്ചി ഇനി അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ അവള് കണ്ടുപിടിച്ച വഴിയത്. ഒളിപ്പിച്ചു വെച്ച സ്വർണം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാ വിഷ്ണു. അമ്മേ, ഈ വീട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? അമ്മേ, അഞ്ജലി ഏറ്റവും വലിയ ഫൂളാക്കി. അവളെ ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ. നീ എന്താന്ന് വെച്ചാ കാര്യം തുറന്നു പറ മല്ലിയേ. മുകളിലെ അനീതിയും ചേച്ചി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അമ്മ മുഖം ചുളിച്ചത് ഞാൻ കണ്ടു. അവരവരുടെ കുടുംബകാര്യം പറഞ്ഞു കാണും. പറഞ്ഞത് കുടുംബകാര്യം തന്നെ. ഈ വീട്ടുകാരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എനിക്കത് കേൾക്കാൻ തീരെ താല്പര്യമില്ല. താല്പര്യമില്ലാതിരുന്നാ പറ്റില്ലല്ലോ അമ്മേ. അവര് സംസാരിച്ചത് അവരുടെ ചേച്ചി അശ്വതിയെ പറ്റിയാ. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 25 പവൻ പൊന്നു അടിച്ചോണ്ട് അവള് കടന്നു കളഞ്ഞു. ഇപ്പൊ അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം നീണ്ടാൽ അമ്മ സമാധാനം പറയേണ്ടി വരും. നിനക്കെന്താ തലയ്ക്ക് നല്ല സുഖമില്ലേ? എന്റെ തലയ്ക്ക് ഒരു സുഖക്കുറവുമില്ല. രാത്രി വഴി കണ്ട ഒരുത്തിയെ അമ്മ കൂട്ടിക്കൊണ്ടുവന്നത് മറന്നിട്ടില്ലല്ലോ. ആ, മറന്നാ പോലീസുകാര് വന്ന് ഓർമ്മപ്പെടുത്തിക്കോളും. അവളുടെ ചേച്ചി അശ്വതിയെ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. സുജാത എന്ന കള്ളപ്പേരിൽ ഇവിടെ വന്നവളാ അഞ്ജലിയുടെ ചേച്ചി. അവര് സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായി കേട്ടതാ. സ്വർണം കയ്യിലിരുന്നതുകൊണ്ടാ അവള് രാവിലെ ഇവിടെ അങ്ങ് മുങ്ങിയത്. സുഗുണന്റെ 2ാം ഭാര്യയുടെ സ്വർണം അവള് മോഷ്ടിച്ചത്. ദൈവം എന്തൊക്കെയായി കേൾക്കുന്നത്? അമ്മ ഇപ്പൊ ദൈവത്തെ വിളിച്ചല്ലോ. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കി ഇനി ഇങ്ങനെ ദൈവത്തെ വിളിക്കേണ്ടി വരും.
എല്ലാം അറിഞ്ഞിട്ട് അഞ്ജലി ഒരു വാക്ക് അമ്മയുടെ അടുത്ത് പറഞ്ഞോ? പറയില്ല. എങ്ങനെ അവള് പറയും? അമ്മേ, ഞാനേ ഈ വിവരം വേഗം എമ്മനോടൊന്ന് പറയട്ടെ. നമ്പാട്ടമ്മേ, മല്ലിക ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടു. പൊല്ലാപ്പാവൂ. എന്തൊക്കെയാടാ ഈ കേൾക്കുന്നത്? സ്വർണം മോഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് പച്ച കള്ളവാ. ഗതി കെട്ട് അവൾ ഇറങ്ങിപ്പോയതാവും. നമ്മൾ കണ്ടതല്ലേ രാത്രി അവൾ ഒറ്റയ്ക്ക് നടന്നു വരുന്നത്. സുഗുണന്റെ സ്വഭാവം നമ്പാട്ടമ്മയ്ക്ക് അറിയാലോ. അവനൊരു കള്ളക്കേസ് ഉണ്ടാക്കി. ആ പെണ്ണിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് സമാനം പറയണ്ടേ? ആദ്യം അകത്ത് പോകുന്നത് അവനല്ലേ? എന്തായാലും നീ ഈ കാര്യം വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വാ. എന്നിട്ട് അഞ്ജലിയോട് സംസാരിച്ചാ മതി. ഇതാ ചായ. സുപ്രിയ വന്നില്ലേ? ബെറ്റിയെ കാണാനെന്ന് പറഞ്ഞിറങ്ങിയതാ. ഇപ്പോ ബെറ്റിയാണല്ലോ ഒരു ആശ്രയം. മുഖത്തടിച്ച് പറയുന്നത് കൊണ്ട് ഇപ്പൊ ഹേമയെ വിളിക്കാറില്ല. എല്ലാവർക്കും അവരുടെ ഭാഗം അനുകൂലിക്കുന്നവരോടാണ് താല്പര്യം. ശബരിയും കുഞ്ഞമ്മയും ഒത്തുചേർന്നുള്ള കളികളാണ് നടക്കുന്നത്. അത് വ്യക്തമായതല്ലേ? പക്ഷേ പ്രിയ എന്തിന് അവരെ ഭയപ്പെടുന്നു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നീ അവളോട് ശബരിയെ പറ്റി തുറന്നു ചോദിച്ചാ പ്രശ്നങ്ങൾ കെട്ടടങ്ങും. ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് കൃഷ്ണനോട് പറഞ്ഞല്ലേ? എന്നെ വിശ്വാസമില്ലാത്തോണ്ടാണല്ലോ എന്റെ ഭാര്യ എന്നെ വിളിക്കുന്നത്. നിനക്കൊരു അന്യപുരുഷനുമായി ബന്ധമുണ്ടോന്ന് ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചാൽ പിന്നെ എനിക്കെന്താണ് വില? അതും ശരിയാ. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന ഞാനും കാത്തിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. സംഗതി അത്ര നിസ്സാരമല്ല. വിവാഹിതയായ ഒരു പെണ്ണിനെ മനം മാറ്റി കൂടെ കൊണ്ടുപോകാനാ ശബരി ശ്രമിക്കുന്നതെന്ന് വിശ്വസിക്കാനും പ്രയാസമുണ്ട്. എന്തോ ഒന്ന് അവൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അതവന്റെ വിനാശമായിരിക്കും. എന്നെ നോവിച്ച് അവനെ നാട് വിട്ടു പോവില്ല. തീർത്തുകളയും ഞാൻ റാസ്കല്ലേ. കൃഷ്ണേട്ടൻ എന്താ കരുതിയത്? ഞാൻ വെറുതെ ഇരിക്കുന്നു. അവന്റെ ഓരോ നീക്കങ്ങളും ഞാൻ അറിയുന്നുണ്ട്. അവന്റെ മാത്രമല്ല, പ്രിയയുടെ. ഞാൻ വരയ്ക്കുന്ന ലക്ഷ്മണരേഖ മറികടന്ന് രണ്ടുപേരും ചലിക്കില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ജയിക്കാൻ വേണ്ടിയല്ല, എന്റെ മോക്ക് വേണ്ടി. ഞാൻ പോട്ടെ അമ്മേ. നീ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. ഒന്നും വേണ്ടമ്മേ. ഇവളിവിടെ അടിക്കടി കയറി വരുന്നുണ്ടല്ലോ. ചേച്ചിയോട് പറയാൻ മാത്രമുള്ള കാര്യം എന്തു അടി? അതോ ഞങ്ങൾ അറിയാൻ പാടില്ലാത്തതായ രഹസ്യം വല്ലതും ഉണ്ടോ? നിന്റെ മൂത്ത ചേച്ചിയുടെ ജീവിതം എങ്ങനെ പോകുന്നു? സുഗുണം കാര്യമായിട്ട് നോക്കുന്നില്ലേ? എന്താടി അമ്മ ചോദിച്ച കേട്ടില്ലേ? സുഗുണന്റെ സസ്പെൻഷനൊക്കെ പിൻവലിച്ചു കൊടുത്തിട്ടുണ്ട്. അവളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അഞ്ജലിക്കൊരു ചേച്ചി ഉണ്ടെന്ന് കേൾക്കുന്നതല്ലാതെ ഞാൻ അവളെ കണ്ടിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴൊന്നും അവൾ അവിടെ ഇല്ലായിരുന്നു. വിവാഹത്തിന് അവള് വന്നില്ല. അതിനുമ്പ് സുഗുണം പിണങ്ങിയിരുന്നല്ലോ. അമ്മ കണ്ടിട്ടില്ലെന്നല്ലേ പറയുന്നത്? ഡി, ഒരു ദിവസം അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ഞാൻ പോട്ടെ. കണ്ടോമേ, ഇവളുമാരെല്ലാം പഠിച്ച കളികളാ. അപ്പൊ മല്ലിക നിന്നോട് കാര്യങ്ങൾ പറഞ്ഞല്ലേ? പറഞ്ഞു. അവക്ക് കിട്ടിയ എക്സ്ക്ലൂസീവ് ന്യൂസ് അല്ലേ? എന്നിട്ട് ഒരു വാക്ക് അഞ്ജലി പറഞ്ഞു. സ്വർണം അടിച്ചോണ്ട് അവള് കടന്നു കളഞ്ഞത്.
അതും ഒളിപ്പിച്ചോണ്ട് ഇവിടെ കയറി വന്നത്. ചുരുക്കി പറഞ്ഞ മോഷണം കഴിഞ്ഞിറങ്ങിയ പെരും കള്ളിയാ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്.